എനിക്ക് മനുഷ്യരെ കൊല്ലാൻ വളരെ ഇഷ്ടമാണ്. കാട്ടിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതിലേറെ രസകരമാണത്. ലോക ചരിത്രത്തിലെ ഏറ്റവും നിഗൂഢമായ കൊലപാതക പരമ്പര, അമേരിക്കൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ അധ്യായം. പോലീസിനെ വെല്ലുവിളിച്ച് കത്തുകൾ അയക്കുകയും രഹസ്യ കോഡുകളിലൂടെ ലോകത്തോട് സംസാരിക്കുകയും ചെയ്ത ഒരു കൊലയാളി, 50 വർഷങ്ങൾക്കിപ്പുറവും മുഖമോ പേരോ ഇല്ലാത്തൊരാൾ. വെൽക്കം ടു ദ മിസ്റ്ററി ഓഫ് സോഡിയാക് സീരിയൽ കില്ലർ. ഡിസംബർ 20 കാലിഫോർണിയയിലെ ബെനീഷ്യയിൽ ക്രിസ്മസിന് തൊട്ടു മുൻപുള്ള രാത്രി. ഡേവിഡ് ഫാരഡെ, ബെറ്റി ലൂ ജെൻസൺ എന്നീ കൗമാരക്കാർ അവരുടെ ആദ്യത്തെ ഡേറ്റിംഗിലായിരുന്നു. വിജനമായ ലേക്ക് ഹെർമൻ റോഡിൽ കാർ നിർത്തി സംസാരിച്ചിരുന്ന അവർക്ക് നേരെ പെട്ടെന്നൊരാൾ വെടിയുതിർത്തു. ഡേവിഡ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. ഭയന്നോടിയ ബെറ്റിയെ കൊലയാളി പുറകിൽ നിന്ന് 5 തവണ വെടിവെച്ച് വീഴ്ത്തി. ഒരു പ്രകോപനവുമില്ലാതെ നടന്ന ആ ക്രൂരകൃത്യം പോലീസിനെ ഞെട്ടിച്ചു. മോഷണ ശ്രമമോ മറ്റെന്തെങ്കിലും ലക്ഷ്യമോ അവിടെ പോലീസുകാർക്ക് കണ്ടെത്താനായില്ല. ആ കൊലപാതകം നടന്ന 6 മാസത്തിന് ശേഷം 1969 ജൂലൈ 4 സമാനമായ സംഭവം നടന്നു. ഡാർലിൻ ഫെറിൻ, മൈക്കൽ മാഗൌ എന്നീ യുവാക്കളുടെ വഴിയരികിൽ പാർക്ക് ചെയ്തിരുന്ന കാറിന് നേരെ ടോർച്ച് ലൈറ്റ് അടിച്ചുകൊണ്ട് ഒരാൾ വന്നു. അവർ കരുതിയത് അത് പോലീസാണെന്നാണ്. എന്നാൽ നിമിഷ നേരങ്ങൾക്കകം 9 തവണ അവർക്ക് നേരെ അയാൾ നിറയൊഴിച്ചു. ആക്രമണത്തിൽ ഡാർലിൻ കൊല്ലപ്പെട്ടു. മൈക്കൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. സംഭവത്തിന് തൊട്ടു പിന്നാലെ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. ഞാനാണ് ആ കൊലയാളി. കഴിഞ്ഞ വർഷം നടന്ന കൊലപാതകത്തിന് പിന്നിലും ഞാനാണ്. ഓഗസ്റ്റ് 1 സാൻ ഫ്രാൻസിസ്കോയിലെ 3 പ്രമുഖ പത്രങ്ങൾക്ക് ഒരേപോലെയുള്ള കത്തുകൾ ലഭിച്ചു. അതിൽ കൊലപാതകങ്ങളുടെ വിശദാംശങ്ങളും ഒരു രഹസ്യ കോഡും ഉണ്ടായിരുന്നു. തന്റെ കത്തുകൾ പത്രങ്ങളുടെ 1-ാം പേജിൽ വരണമെന്ന് അയാൾ നിർബന്ധം പിടിച്ചു. ഡിയർ എഡിറ്റർ, ദിസ് ഈസ് ദ സോഡിയാക് സ്പീക്കിംഗ്. ഇങ്ങനെയായിരുന്നു കത്തുകളുടെ തുടക്കം. കത്തിലെ കോഡ് ഡീകോഡ് ചെയ്താൽ തന്റെ പേര് കണ്ടെത്താനാകുമെന്നും അയാൾ എഴുതി. ദിവസങ്ങൾക്ക് ശേഷം ഒരു സ്കൂൾ അധ്യാപകനും ഭാര്യയും ചേർന്ന് സോഡിയാക്കിന്റെ കോഡ് ഭാഷ ഡീകോഡ് ചെയ്തു. പക്ഷെ അതിലുണ്ടായിരുന്നത് ആ കൊലയാളിയുടെ പേരായിരുന്നില്ല. മറിച്ച് എനിക്ക് മനുഷ്യരെ കൊല്ലാൻ ഇഷ്ടമാണ്, കാരണം അവർ ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ ജീവികളാണ് എന്ന അതിക്രൂര സന്ദേശമായിരുന്നു. സെപ്റ്റംബർ 27 നടന്ന കൊലപാതകത്തോടെയാണ് സോഡിയാക് എന്ന സീരിയൽ കില്ലറിനെ കുറിച്ച് ഏതാനും വിവരങ്ങൾ പോലീസിന് ലഭിക്കുന്നത്. ബ്രയാൻ ഹാർട്ട്നെൽ, സിസിലിയ ഷെപ്പേർഡ് എന്നിവർ ലേക്ക് ബെറിയസയിൽ ഇരിക്കുമ്പോൾ കറുത്ത വസ്ത്രവും മുഖംമൂടിയും ധരിച്ച ഒരാൾ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അയാളുടെ വസ്ത്രത്തിൽ വെളുത്ത നിറത്തിൽ സോഡിയാക് ചിഹ്നമുണ്ടായിരുന്നു. അയാൾ അവരെ മരത്തിൽ കെട്ടിയിട്ട് കത്തി കൊണ്ട് കുത്തി. അവരുടെ കാറിന്റെ വാതിലിൽ താൻ നടത്തിയ മുൻ കൊലപാതകങ്ങളുടെ തീയതിയും സമയവുമെല്ലാം കുറിച്ചിട്ട ശേഷമാണ് അയാൾ മടങ്ങിയത്. സിസിലിയ അതിദാരുണമായി മരണത്തിന് കീഴടങ്ങി. എന്നാൽ ബ്രയാൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അയാൾ കൊലയാളിയുടെ വസ്ത്രത്തെയും രൂപത്തെയും കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ പോലീസിന് കൈമാറി. സോഡിയാക്കിന്റെ അടുത്ത ഇര നഗരമധ്യത്തിലായിരുന്നു. ഒക്ടോബർ 11 രാത്രി പോൾസ്റ്റൈൻ എന്ന ടാക്സി ഡ്രൈവറെ സോഡിയാക് വെടിവെച്ചു കൊന്നു. ഇത് കണ്ടുനിന്നവർ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ചു. പക്ഷെ വയർലെസ്സിലൂടെ പോലീസിന് ലഭിച്ച വിവരം പ്രതി ഒരു കറുത്ത വർഗ്ഗക്കാരനാണ് എന്നായിരുന്നു. ആ സമയത്ത് സ്ഥലത്തെത്തിയ 2 പോലീസ് ഓഫീസർമാർ വെള്ളക്കാരനായ ഒരാൾ നടന്നു പോകുന്നത് കണ്ടു. കറുത്ത വർഗ്ഗക്കാരനെ തിരഞ്ഞ അവർ സോഡിയാക്കിനെ വെറുതെ വിട്ടു. ആ അബദ്ധം സോഡിയാക്കിനെ രക്ഷിച്ചു. അടുത്ത കത്തിൽ സോഡിയാക് പോലീസിനെ പരിഹസിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി: വിഡ്ഢികൾ, കൺമുന്നിലുണ്ടായിരുന്നിട്ടും അവർക്കെന്നെ പിടികൂടാൻ സാധിച്ചില്ല. ദൃക്സാക്ഷികളുടെ സഹായത്തോടെ പോലീസ് അയാളുടെ രേഖാചിത്രം തയ്യാറാക്കി. കേസുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിന് ആളുകളെ പോലീസ് ചോദ്യം ചെയ്തു. അതിൽ പ്രധാനി ആർതർ ലീ അലൻ ആയിരുന്നു. സോഡിയാക് ഉപയോഗിച്ച അതേ ടൈപ്പ്റൈറ്റർ, അതേ വാച്ച്, അതേ ചിന്താഗതി എല്ലാം അയാൾക്കുണ്ടായിരുന്നു. പക്ഷെ DNA ടെസ്റ്റും കൈയക്ഷര പരിശോധനയും അയാൾക്ക് അനുകൂലമായിരുന്നു. ഇന്നും കുറ്റാന്വേഷകർ വിശ്വസിക്കുന്നത് അയാൾ തന്നെയായിരുന്നു കൊടുങ്കുറ്റവാളിയായ സോഡിയാക് എന്നാണ്. പക്ഷെ നിയമത്തിന് മുന്നിൽ അയാൾക്കെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല. 1992 അയാൾ മരിച്ചു. സോഡിയാക് അയച്ച അവസാനത്തെ കോഡ് ഡീകോഡ് ചെയ്യാൻ ലോകത്തെ മികച്ച ക്രിപ്റ്റോഗ്രാഫർമാർക്ക് പോലും 51 വർഷമെടുത്തു. 2020 അത് ഡീകോഡ് ചെയ്തപ്പോൾ അവർക്ക് ലഭിച്ച സന്ദേശം ഇതായിരുന്നു: എന്നെ പിടികൂടാൻ ശ്രമിക്കുന്നത് നിങ്ങൾക്ക് രസമാണെന്ന് കരുതുന്നു. എന്തുതന്നെയായാലും ഞാൻ മരണത്തെ ഭയക്കുന്നില്ല. 5 കൊലപാതകങ്ങളാണ് തെളിയിക്കപ്പെട്ടതെങ്കിലും 37 പേരെ കൊന്നു എന്നായിരുന്നു അയാളുടെ അവകാശവാദം.
ലോകത്തിലെ ഏറ്റവും വലിയ അൺസോൾഡ് മിസ്റ്ററികളിൽ ഒന്നായി തുടരുകയാണ് സോഡിയാക് കില്ലർ എന്ന ആ കൊടും കുറ്റവാളി.